ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഒരു പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ചവ്വരി സേമിയയും കൂടി കൂട്ടിയിട്ടാട്ടോ പായസം ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം തന്നെ ചവ്വരി എന്നാണ് ഞങ്ങൾ ഇതിനെ പറയണത്. പിന്നെ ചിലർ ഇതിനെ സാബുദാന എന്നൊക്കെ പറയും. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. സാബൂനരി എന്നൊക്കെ പറയും കേട്ടോ, ഇവിടെ പറയണത് ചവ്വരി എന്നാണ്. അതവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുതിർന്ന ചവ്വരി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നോക്കണം, അത് കൊഴുത്തിങ്ങനെ കട്ട പോലെ ആയി പോകരുത്. വേവുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ടേക്കാം. പിന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ നെയ്യ് ചൂടായി വരട്ടെ. പിന്നെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ആദ്യം കൊണ്ട് വറുത്ത് കോരാം. എന്നിട്ട് അത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സേമിയയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സേമിയ വറുത്ത സേമിയ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ വറുക്കാത്ത സേമിയ ആയാലും ഈ സമയത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ ഈ സേമിയ ഒന്ന് വേവണം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ പാലൊഴിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ സേമിയ ഒന്ന് വേവിക്കും, എന്നിട്ടാണ് പാലൊഴിക്കുകയുള്ളൂ. കാരണം ചൂടായി കാഞ്ഞ് കിടക്കുന്ന ഉരുളിയിലേക്ക് ആദ്യമേ തന്നെ പാലൊഴിച്ചാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഈ സേമിയ വേവിക്കാം. പിന്നെ ഈ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയാലാണ് ആ പായസത്തിനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചവ്വരി വെന്ത് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. സേമിയയും പെട്ടെന്ന് തന്നെ വേവ് കിട്ടും. ഉരുളിയൊക്കെ നല്ല ചൂട് പിടിച്ച് കിടക്കല്ലേ, പെട്ടെന്നാവും. ഈ പാൽപ്പായസം ഉണ്ടാക്കൽ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനും പറ്റും. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. അങ്ങനെ സേമിയയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഇത് കാണുമ്പോൾ നല്ല ഒരു ഭംഗിയാട്ടോ. ഈ ചവ്വരി ഇങ്ങനെ വീർത്ത് അങ്ങനെ മുത്തുമണികൾ പോലെ ഈ സേമിയയായിട്ട് ഇങ്ങനെ യോജിച്ച് വരുമ്പോഴത്തേനും നല്ല രസമാണ് കാണാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ 1 ലിറ്റർ പാലിനാട്ടോ ഉണ്ടാക്കണത്. ഇതൊക്കെ പെട്ടെന്നാവും കേട്ടോ. ഈ ഉരുളിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലൊക്കെ ഒഴിച്ചാലും പെട്ടെന്ന് തിളച്ച് കിട്ടും. പിന്നെ ഈ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ടമാനം ഇട്ട് തിളപ്പിക്കരുത്. കൊളകൊളാന്ന് അങ്ങനെ തിളയ്ക്കാനായിട്ട് വിടരുത്. അത് ചെറിയ രീതിയിൽ ചൂടായിട്ട് ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ കുമിളകൾ വന്ന് തിളച്ചു എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അത് ഒരുപാട് ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ കുറേ ടൈമിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയത് മുഴുവൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ടൈം ലെങ്ത് ആവില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്കൊരു 4-5 ഏലക്ക പൊടിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൂട്ടി ഇത് നല്ലൊരു ചെറിയൊരു തിള വരുന്ന സമയത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട്. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ ഈ പാൽപ്പായസത്തിന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പായസം റെഡി ആയിട്ടോ. പായസത്തിൻ്റെ ജോലി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോഴത്തേനും ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓവർ തിക്കാവണ വരെ നമ്മളിങ്ങനെ കുറുക്കി എടുക്കരുത്. ഇത് ഈ ഉരുളിയിൽ തന്നെ ഇരുന്ന് നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോഴത്തേനും ഒന്നുകൂടി തിക്കാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പോൾ കഴിക്കാൻ നമ്മൾ എടുക്കുന്ന ടൈമിൽ പാകത്തിന് നല്ല കുറുകി നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഇളക്കി കൂട്ടി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം.